ഇന്നൊരു 6:30 ആയപ്പോൾ തന്നെ ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയ്ക്ക് പോയാലോ? ഷുട്ടപ്പം ഞാൻ എണീക്കണേക്കാട്ടി മുന്നേ തന്നെ എണീക്കും ട്ടോ. എന്നിട്ട് അവൻ അവൻ്റെ കളിക്കോപ്പുകളായിട്ട് ഭയങ്കര ബിസിയേക്കാരം. അന്നേരം ഞാൻ എൻ്റെ പണികളൊക്കെ തീർത്തേക്കും. ഇന്നെനിക്ക് കുറച്ചധികം പാത്രം കഴുകാനൊക്കെ ഉണ്ടായിരുന്നു ട്ടോ. ഇന്നത്തെ ചായക്കടി പറഞ്ഞിരിക്കുകയാണെങ്കിൽ കപ്പ പുഴുങ്ങിയതും പിന്നെ ചമ്മന്തിയായിരുന്നു ട്ടോ. ഇടയ്ക്ക് ഞാൻ സൂക്ഷ്മദർശിനിയാവും. കാരണം അപ്പുറത്തെ 2 വീടുകളിൽ മുറ്റടിച്ചിരുന്നൊക്കെ എനിക്ക് കാണാൻ പറ്റും ട്ടോ. അന്നേരം ഞാനിങ്ങനെ പാടത്തേക്കൊക്കെ നോക്കി നിൽക്കും. അത്രേ ഉള്ളൂ ട്ടോ. പിന്നെ ഇതാ ഷുട്ടപ്പനെ കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് ഋഷുവിൻ്റെ കയ്യിലേക്ക് തന്നു ട്ടോ. കാരണം അവന് പല്ല് തേച്ചിട്ടില്ലായിരുന്നു. പിന്നെ എൻ്റെ ക്യാമറയൊക്കെ നോക്കി എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവനെ പിടിച്ചിരുത്തി പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്തിട്ടോ. കുറച്ച് മടിയാണ്, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നിന്ന് തരും ട്ടോ. പിന്നെ ഞങ്ങൾ നൈസായിട്ട് ചായ കുടി പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ട്ടോ. ഞാനങ്ങനെ ചമ്മന്തി കൊട്ടി കപ്പ കഴിച്ചു. ഷുട്ടു ബേബി കപ്പ ഒറ്റയ്ക്ക് കഴിച്ചു. പിന്നെ ഞാൻ പോയി നല്ല ഫ്രഷ് ആയിട്ട് വന്നു. മേക്കപ്പൊക്കെ കഴിഞ്ഞു. പിന്നുണ്ടല്ലോ നല്ല ടെൻഷനുണ്ട്. പുറത്ത് കാണുന്ന പോലെ ഒന്നുമല്ല, ഉള്ളിൽ നല്ല ടെൻഷനുണ്ട്. ലാസ്റ്റത്തെ എക്സാമാണ്, അത് മലയാളത്തിൻ്റെ എക്സാമാണ്. മറ്റ് വിഷയങ്ങളെ അപേക്ഷിച്ച് മലയാളം കുറച്ച് ടാസ്ക്കാണ്. നമുക്ക് ചാപ്റ്ററിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ലെങ്കിൽ ഒന്നും എഴുതി വെക്കാൻ പറ്റില്ല ഗൈസ്. പിന്നെ ഞങ്ങളെ റൈഡർ കണ്ണാപ്പിൻ്റെ കൂടെ ഞാൻ ഷുട്ടു ബേബിയും കൂടി പോവുകയാണ് ഗൈസ്. ഇന്ന് ഋഷുവിൻ്റെ കൂടെ അല്ല ഞാൻ കോളേജിലേക്ക് പോണത്, നേരെ ബസ്സിലാണ്. കാരണം ഷുട്ടു ബേബിനെ ഋഷുന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ നമുക്ക് ഷുട്ടിനെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സിൽഷേൻ്റെ കൂടെ ബസ്സിനാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ കോളേജിലെത്തി. അവിടെ പന്തൽ പണി നടക്കുന്നുണ്ട്. അവിടുത്തെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഈ എക്സാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ലാസ്റ്റത്തെ എക്സാമാണ് കേട്ടോ. ഇതോടെ തേർഡ് സെം എക്സാമേ ഫിനിഷായി. ഭയങ്കര സമാധാനമുണ്ട്, പക്ഷേ നല്ല ടെൻഷനുണ്ട്. ഇത് കഴിഞ്ഞാൽ ക്രിസ്മസ് പരിപാടിയാണല്ലോ വരാൻ പോകുന്നത് ആലോചിച്ചിട്ടാണ് ഈ സമാധാനം. ഇനിയിപ്പോൾ ടെൻഷൻ പറഞ്ഞിരിക്കുകയാണ് ഈ എക്സാം കഴിയണമെന്നുള്ള ടെൻഷൻ. അന്നേരം അലീഷ ഞങ്ങൾക്ക് ഒരു അരവണ പായസം വെച്ച് നീട്ടി തന്നു, കഴിച്ചോ പറഞ്ഞിട്ട്. ഞങ്ങൾ നേരെ എന്താക്കി നൈസായിട്ട് അങ്ങ് പൊട്ടിച്ച് എല്ലാവർക്കും കൊടുത്തിട്ട് ഞങ്ങളും കുറച്ച് കഴിച്ചു. പിന്നെ അങ്ങോട്ടൊന്നും നോക്കിയില്ല, നേരെ ബുക്ക് എടുത്തു, നേരെ വായിക്കാൻ തുടങ്ങി. ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കാൻ തുടങ്ങി. വായിച്ചതൊക്കെ ഒന്ന് ഓർക്കാൻ നോക്കി. അന്നേരം കുറച്ചൊന്നും ഓർക്കാൻ കഴിയുന്നുണ്ട്, കുറച്ച് ഓർക്കാനും കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ സൂര്യത, അർജുനത, നിഹാൽ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ. പിന്നെ ഹാള് കണ്ടെത്തി ചെന്നപ്പോഴേക്ക് ഹാളിൽ മുസ്ന മിസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഹാളിൽ കയറുന്നതിനെക്കാട്ടി മുന്നേ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി. എല്ലാവരും ബുക്ക് ഒക്കെ നോക്കുമ്പോൾ ഞാനിവിടെ ക്യാമറ വീഡിയോ എടുത്ത് നിൽക്കുകയാണ്. കാരണം എൻ്റെ ഡെഡിക്കേഷൻ കൊണ്ടേ, എൻ്റെ ഡെഡിക്കേഷൻ അങ്ങേ അറ്റമാണ് ഗൈസ്. പിന്നെ പിള്ളേർ എന്നെ നല്ല പോലെ നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, എനിക്ക് ഓർമ്മ പോലും ഇല്ല എന്താ പറഞ്ഞതെന്നൊന്നും. പിന്നെ എല്ലാവരെയും ഫേസൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. മൂസിനൊക്കെ ഇവിടെ എന്തൊക്കെയോ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്, ഒന്നും ഓർമ്മയില്ല. ചെക്കന് ഇലക്ഷൻ ആയതുകൊണ്ട് ഭയങ്കര ബിസി ആയിരുന്നു. പിന്നെ മിർസ, നിമൽ, അജ്മൽ എല്ലാവരും, നാജി, പിന്നെ അശ്വതി, എല്ലാവരും ഭയങ്കര ടെൻഷനോടെയാണ് അങ്ങോട്ട് പോയതെങ്കിലും അലീഷ കണ്ടില്ല, കൂളായിട്ട് നടന്നു തന്നെ. കാരണം ഞങ്ങൾ എക്സാം കഴിഞ്ഞു. അന്നേരം ഇതാ റിവ്യൂ എടുക്കാനായിട്ട് ഞങ്ങളെ കോളേജിലത്തെ ഗ്യാസ്കിൻ്റെ യൂട്യൂബേഴ്സ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അലീഷ മറ്റേ ടീമിന് ചാമ്പിയിട്ട് നേരെ പോന്നു. പിന്നെ നമ്മൾ ബസ് കാതൊന്ന് നേരെ കൊണ്ടോട്ടി എത്തി. ഇനിയൊരു പാട്ടാവല്ലേ, ഇനിയൊരു ട്രാൻസ്ലേഷൻ കൂടി ആവാം. അങ്ങനെ 2 ഷവർമ റോളും കഴിച്ച് നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടോ. അമ്മയുടെ അടുക്കളയിൽ എന്തൊക്കെയോ പണിയിലാണ്. പിന്നെ ഇതാ ഷുട്ടു ബേബി കരച്ചിലാണ്, എന്തിനൊക്കെയോ വേണ്ടി കരയാണ് കേട്ടോ. അനിയന്മാരും ഉണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ രാത്രിയായപ്പോൾ നേരെ ഋഷുവിൻ്റെ കൂടെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. നമ്മളവിടുന്ന് എയർപോർട്ട് രാത്രി കാലങ്ങളിൽ ഇങ്ങനെയാണ് കേട്ടോ കാണാറ്. പക്ഷേ പകൽ ഇതിനെക്കാട്ടി അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. വിമാനം പൊങ്ങണതും താണോ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ കേട്ടോ.